യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഈശോയെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഈശോയെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. സ്നേഹമുള്ളവരെ, നമുക്ക് ഈ നിമിഷങ്ങളിൽ നല്ല ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതങ്ങളിലേക്ക് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ജീവനും ജീവിതവും മുഴുവനും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട്, ഉദിതനായ ഈശോയിലേക്ക് സർവ്വതും സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കാം. ഈശോയെ, എൻ്റെ ജീവിതത്തിലേക്ക് നീ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ഓ എൻ്റെ ഈശോയെ, ഈ നിമിഷങ്ങളിലേക്ക്, ഈ എഫാത്ത കൂട്ടായ്മയിലേക്ക് നീ എന്നെ വിളിച്ചതിനെ ഓർത്ത് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. നമ്മുടെ ജീവിതം മുഴുവനും നോക്കിക്കാണുന്ന നല്ല ഈശോയിലേക്ക് ഈശോയെ നമുക്ക് ആത്മനാ ദർശിക്കാം. ഓ എൻ്റെ ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് ഹൃദയം കൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഏറ്റുപറയാം. എൻ്റെ ഈശോയെ, എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ കുറവുകളുണ്ട്, ഒത്തിരിയേറെ അസ്വസ്ഥതകളുണ്ട്, ഒത്തിരിയേറെ വിജയങ്ങളും പരാജയങ്ങളുമുണ്ട്, സന്തോഷങ്ങളും സുഖങ്ങളും ദുഃഖങ്ങളും എല്ലാം ഉണ്ട്. ഓ എൻ്റെ ഈശോ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് ഹൃദയം കൊണ്ട് ഏറ്റു പറഞ്ഞ് ഈശോയെ നമുക്ക് ജീവിതത്തിലേക്ക് കൂട്ടായി വിളിക്കാം. നമുക്ക് വേണ്ടി ഉദ്ധിതനായി തീർന്ന ഈശോ, നമുക്ക് വേണ്ടി എല്ലാമായി തീർന്ന ഈശോ, ഈശോയെ നമുക്ക് സ്നേഹിച്ച് സ്തുതിച്ച് ആരാധിച്ച് ഈശോയോടുകൂടെ ഈ നിമിഷങ്ങളിൽ ഏറ്റവും സന്തോഷത്തോടെ നമുക്കായിരിക്കാം. ഗായക സംഘത്തോട് ചേർന്ന് നമുക്കും സ്നേഹപൂർവ്വം ഈശോയെ ആരാധിക്കാം, സ്തുതിക്കാം. ദൂരത്താബോർ മാമലയിൽ ആകാശമേഘങ്ങൾക്കിടയിൽ രൂപാന്തരപ്പെട്ട നാഥ, ആരാധന 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 ആരാധന. ദൂരത്താബോർ ആകാശമേഘങ്ങൾക്കിടയിൽ രൂപാന്തരപ്പെട്ട ആരാധന 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 നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതങ്ങളിലും സമൂഹ ജീവിതത്തിലും ഓരോ നിമിഷങ്ങളിലും ഉണ്ടാകുന്നതിനായി നമുക്ക് തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം. ഓ എൻ്റെ ഈശോയെ, നീ എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നവർക്ക്, ഹൃദയം നിറങ്ങി പ്രാർത്ഥിക്കുന്നവർക്ക് അവിടുന്ന് സമീപസ്ഥനാകുന്നുവെന്ന് തിരുവചനത്തിലൂടെ ഈശോ നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോയെ, നിന്റെ നാമത്തിന്റെ ശക്തിയാൽ എൻ്റെ ജീവിതത്തെ നിറയ്ക്കണമേ എന്ന് നമുക്ക് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്റെ നാമത്തിന്റെ ശക്തിയാൽ
നീ എൻ്റെ ജീവിതത്തെ എടുത്തുയർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്റെ തിരുരക്തത്തിന്റെ ശക്തിയാൽ നീ എൻ്റെ ജീവിതത്തിലെ കഷ്ടതകളെ എടുത്തു മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈശോയെ നമുക്ക് ഒരിക്കൽ കൂടി ഏറ്റവും തീഷ്ണതയോടെ ആരാധിച്ച് നമുക്ക് മഹത്വപ്പെടുത്താം. നിന്റെ തേജോമയമീ രൂപം ഈ ഹൃദയങ്ങളിലെന്നെന്നും നിന്റെ തേജോമയമീ രൂപം ഈ ഹൃദയങ്ങളിലെന്നെന്നും നിറച്ചാരാധിക്കാൻ വിളിച്ചാരാധിക്കാൻ എന്റെ നാഥാ നിൽക്കണമേ. നിറച്ചാരാധിക്കാൻ വിളിച്ചാരാധിക്കാൻ എന്റെ നാഥാ നിൽക്കണമേ. ആരാധന 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 സങ്കീർത്തന പുസ്തകത്തിൽ ദൈവം ഇപ്രകാരം പറയുന്നുണ്ട്: അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. ഉദ്ധിതനായ ഈശോയെ, നിന്നിലേക്ക് കണ്ണുകളുയർത്തുവാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ സ്നേഹിച്ചുകൊണ്ട് ഏറ്റവും തീഷ്ണതയോടെ ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി, ഓ കർത്താവേ, എന്റെ ജീവിതത്തെ നീ സ്പർശിക്കണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റവും തീഷ്ണതയോടെ ജീവിതം മുഴുവനും എടുത്തു വെച്ചുകൊണ്ട് ഈശോയെ, എന്റെ ഈശോയെ, നീ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകം മുഴുവനും നിന്നെ സ്തുതിക്കുന്ന ഈ നിമിഷങ്ങളിൽ ഏറ്റവും സ്നേഹപൂർവ്വം സ്വരമുയർത്തി നമുക്കൊരു നിമിഷം നല്ല പിതാവിനെ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 ഈശോയെ കടന്നു വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, ഞങ്ങളെ സ്പർശിക്കണമേ, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രകാശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ചിന്തകളും വിട്ടുപോകട്ടെ കർത്താവേ. ഓ കർത്താവേ, നിന്റെ പരിശുദ്ധ നാമം, നിന്റെ സന്തോഷം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവേ, നിമിഷങ്ങളിൽ കടന്നു വരണമേ. ഓ ഈശോ, 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 ഈശോയെ, നിന്റെ നാമം മഹത്വപ്പെടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളേതേതിടങ്ങളിലായാലും ഞങ്ങളേതേതവസ്ഥയിലായാലും
ഏറ്റവും ശാന്തമായി സ്വസ്ഥമായി ഒരു നിമിഷം നമുക്കായിരിക്കാം. ലോകം മുഴുവനും ഈശോയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ, ഓ ഈശോ, എൻ്റെ ജീവിതത്തിലും നീ ഭരണം നടത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകത്തിനായി സ്നേഹമുള്ളവരെ ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ രൂപാന്തരപ്പെട്ടപ്പോൾ അവിടുത്തെ ആത്മാവ് നമ്മളിലേക്ക് കടന്നു വന്നു. ഈശോ ഈ ലോകത്തിൽ തൻ്റെ ദൗത്യം നിർവഹിച്ചപ്പോൾ അവിടുത്തെ ആത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടായി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയായിലും സമരിയായിലും ലോകത്തിന്റെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. അതേ പ്രിയമുള്ളവരെ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇപ്രകാരം വചനം നമ്മെ പഠിപ്പിക്കുന്നു: ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. സ്നേഹം നിറഞ്ഞവരെ, ഈ പരിശുദ്ധമായ നിമിഷത്തിൽ, ഓ ഈശോ, നിന്റെ ആത്മാവിനെ നീ എനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ അടുത്തിരിക്കുന്നവരിലേക്ക്, അപരനിലേക്ക്, ലോകം മുഴുവനിലേക്കും ദൈവത്തിന്റെ ചൈതന്യം കടന്നു വരിക. അതുതന്നെയാണ് ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നത്: കർത്താവിന്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു. സ്നേഹമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിതം, നാമുമായി ബന്ധപ്പെട്ടവരുടെ ജീവിതം, എല്ലാ അവസ്ഥകളിലേക്കും ഓ പരിശുദ്ധാത്മാവെ കടന്നു വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതം മുഴുവനും സന്തോഷപൂർണമാകും. ലോകം മുഴുവനും ദൈവത്തെ വിളിച്ച് ആരാധിക്കുമ്പോൾ അവിടെ ആത്മചൈതന്യം തുടിക്കും, പ്രസരിക്കും. പ്രിയമുള്ളവരെ, നമുക്ക് ദാഹിച്ച് പ്രാർത്ഥിക്കാം. ഇരു കരങ്ങളും നമുക്ക് സ്വൽപ്പം തുറന്നു പിടിക്കാം. ഓ പ്രിയപ്പെട്ട ആത്മാവേ, എന്നിലേക്ക് കടന്നു വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതം സന്തുഷ്ടമാകും. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, എന്റെ പഠന മേഖലകളെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, എന്റെ കുടുംബ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, എന്റെ ജീവിത പങ്കാളികളെ സമർപ്പിക്കുന്നു. എന്റെ മക്കളെ ഞാൻ സമർപ്പിക്കുന്നു. എന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സമർപ്പിക്കുന്നു. ബിസിനസ് മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ ആത്മാവേ, കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ളവരെ, ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. ചങ്കുപൊട്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധാത്മാവേ, കടന്നു വരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ നീ ശക്തിപ്പെടുത്തണമേ. ഞാനുമായി ബന്ധപ്പെടുന്ന എല്ലാ മക്കളെയും ശക്തിപ്പെടുത്തണമേ. ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചതുപോലെ ഓ പരിശുദ്ധാത്മാവേ, എന്റെ ജീവിതത്തിലും ഭരണം നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നവർക്ക് അവിടുന്ന് ആത്മാവിനെ ഈ നിമിഷങ്ങളിൽ അയച്ചു കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തോടെ തിഷ്ഠതയോടെ ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ആത്മാവിന്റെ വലിയ അഭിഷേകത്തിനു വേണ്ടി, ഓ കർത്താവേ, എന്നെയും എന്റെ ജീവിതത്തെയും ഞങ്ങളുടെ എഫാത്ത കൂട്ടായ്മയെ നീ കൂടുതൽ അഭിഷേകത്തിലേക്ക് ഉയർത്തണമേ എന്ന് ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി മനമുയർത്തി ഏറ്റവും തിഷ്ഠതയോടെ നമുക്ക് ഈ നിമിഷങ്ങളിൽ സ്തുതിച്ച് ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ആത്മാവേ, കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി മനമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 ഈശോയെ ആരാധന, ആരാധന, ആരാധന. നിന്റെ തേജോമയമീ രൂപം ഈ ഹൃദയങ്ങളിലെന്നെന്നും
നിറച്ചാരാധിക്കാൻ വിളിച്ചാരാധിക്കാൻ എന്റെ നാഥ നിൽക്കണമേ. നിറച്ചാരാധിക്കാൻ വിളിച്ചാരാധിക്കാൻ എന്റെ നാഥ